ഹായ്! എല്ലാവർക്കും പച്ചവെള്ളം ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയങ്ക ഹരി. നമ്മള് ആക്ച്വലി ഒരു പച്ചവെള്ളം ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പച്ചവെള്ളം പോലെ പഠിക്കാന്നാണ് അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പച്ചവെള്ളം പോലെ നമുക്ക് സൈക്കോളജി എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചാണ്. ഏതൊരു അധ്യാപക പരീക്ഷ ആയാലും ഒരു മേജർ പോർഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സാം ക്വാളിഫയിങ് എക്സാം ക്ലിയർ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ അല്ല ഒരു അധ്യാപക പരീക്ഷ എഴുതി നമുക്കൊരു ഗവൺമെന്റ് സർവീസിൽ നമ്മുടെ ഒരു ലൈഫ് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും വളരെ നല്ലൊരു റാങ്കിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് അല്ലെ സൈക്കോളജി. ആ സൈക്കോളജിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് അല്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയ നമുക്ക് എന്തായാലും പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നോക്കാം. അതായത് നോക്കിക്കേ, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും. അതായത് പൊതുവെ ഈ ഒരു ടോപ്പിക് പല രീതിയിലായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കാം. മേ ബി ആസ് എ ടീച്ചർ നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ മനസ്സിലാക്കാനും അവരെ കുറിച്ച് അറിയാനും വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ആയിട്ടൊക്കെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആത്മനിഷ്ഠ രീതിയാണ്. ആത്മനിഷ്ഠ രീതി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ്. സോറി, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് വെച്ചാല് നമുക്ക് അതായത് ഇൻട്രോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇൻട്രൊഡക്ഷൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളെ കുറിച്ച് പറയുന്ന രീതിയാണ് അല്ലെ? അപ്പം ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലുക്കിംഗ് ഇൻവേർഡ് എന്നുള്ള ഒരു മീനിങ് ആണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ നോക്കി കാണുക, നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില പോരായ്മകളും ചില മേന്മകളൊക്കെ ഉണ്ടാവും അല്ലെ? മറ്റൊരാള് കണ്ടുപിടിച്ച് പറയുന്നതിനേക്കാൾ ഉപരി നമുക്ക് തന്നെ അറിയാം. ഇപ്പം ഒരു സിനിമയില് എന്താ പറയാ, നിവിൻ പോളി പറയുന്നൊരു ഡയലോഗ് ഉണ്ട് അല്ലേ? ആ, കഴിവില്ലാത്തവനോട് കഴിവുള്ളവനാന്ന് പറഞ്ഞിട്ട് കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നതല്ല നല്ലൊരു സുഹൃത്ത് എന്ന്. അപ്പൊ എന്താണ്? ആ കഴിവുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ആർക്ക് വേണം? നമുക്ക് വേണം. അതുപോലെ നമ്മളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. ആക്ച്വലി ഇതൊരു ഓൾഡസ്റ്റ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ അങ്ങട് ഒരു എന്താ പറയാ, ഒരു വലിയ പ്രചാരമൊന്നും കിട്ടിയില്ല. നമ്മളത് അങ്ങട് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു മെത്തേഡിന്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം. അടുത്ത ആളാണ് നിരീക്ഷണ രീതി. അതായത് ഒബ്സർവേഷൻ മെത്തേഡ്. എന്താണ്? ഒബ്സർവേഷൻ മെത്തേഡ്. ആക്ച്വലി ഇതില് 2 തരം ഒബ്സർവേഷൻ ഉണ്ട് കേട്ടോ. അതായത് പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷനും അല്ലാത്തതും. നോൺ പാർട്ടിസിപ്പേറ്ററി. അതായത് എന്താണ്? പങ്കാളിത്തത്തോട് കൂടിയത്, പങ്കാളിത്തമില്ലായ്മ. അതായത് പങ്കാളിത്തത്തോടെ എന്ന് പറഞ്ഞാല് ഇപ്പം നിങ്ങള് ടീച്ചറായിട്ട് ഒരു ക്ലാസ് ടീച്ചർ ഒരു ക്ലാസ് ഇൻചാർജ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നിങ്ങളോട് കുറച്ച് കുട്ടികൾ വന്ന് പറയാണ്, ടീച്ചർ എടുക്കുന്ന ഈ പാഠഭാഗം ഞങ്ങൾക്ക് ടീച്ചർ പറയുമ്പോൾ മനസ്സിലാവുന്നു, വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നു, ഞാൻ കുറേ വട്ടമായി എക്സാമിന് പഠിക്കുന്നു. നിങ്ങളുടെ നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ ഞാൻ പറയണം. ഒരുപാട് നാളായി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു എക്സാമിന്. പക്ഷെ എനിക്കെല്ലാം അറിയാം. പക്ഷെ എക്സാമിന് പോയി ആ ഒരു എക്സാമിന്റെ അകത്ത് എനിക്ക് അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറയുവാണ്, ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുവാണ്, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചിട്ട് വരും. എന്നിട്ട് ഞാനൊരു എക്സാം, ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു മോക്ക് എക്സാം കണ്ടക്ട് ചെയ്യാം. അതെങ്ങനെ നിങ്ങൾ ചെയ്യുന്നു, എന്താണ് മിസ്റ്റേക്സ് എന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ആക്ച്വലി ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നിങ്ങളെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത്. ഒബ്സർവ് ചെയ്യപ്പെടുന്ന വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ അഥവാ പങ്കാളിത്തം എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്, അവരും കൂടി ഇൻവോൾവ് ചെയ്ത് നടക്കുന്ന ഒബ്സർവേഷൻ ആണ്. പക്ഷെ ചിലത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും അത് കണ്ടുപിടിക്കേണ്ടത്. പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോബ്ലം ഉള്ള ആളോട് പോയിട്ട്, ആ നിനക്കൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ, ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞത് അതൊരു എന്താ പറയാ, അതൊന്ന് നമുക്കൊരു സത്യസന്ധമായിട്ടുള്ള ഒരു ആൻസറിലേക്ക് അനാലിസിസ് ചെയ്ത് എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അവരെ അറിയാതെയായിരിക്കും അവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവുക. അത്തരം ഒബ്സർവേഷൻ ആണ് നോൺ പാർട്ടിസിപ്പേറ്ററി അഥവാ പങ്കാളിത്തം ഇല്ലാത്ത ഒബ്സർവേഷൻ എന്ന രീതിയിൽ വരുന്നത്. ഇനി അടുത്തത് പരീക്ഷണ രീതിയാണ്, അതായത് എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഈ എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം
നമ്മൾ സ്കൂളുകളിലാണെങ്കിൽ ലാബിലാണ് എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് ലാബിൽ ചെയ്യുന്നത്, ക്ലാസ് റൂമിൽ ചെയ്യാത്തത്? കാരണം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് അതിൻ്റെതായ സോറി അതിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. ഇപ്പൊ ഒരു വാക്സിൻ ഉണ്ടാക്കണം. വാക്സിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശരി, ഇന്ന് നമുക്ക് ഇന്ന് പോയിട്ട് ഒരു ഒരു എന്താ പറയുക, ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഇന്ന് വാക്സിൻ ഉണ്ടാക്കാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതിനെന്താണ്, ആ വാക്സിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്ത റൂമിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ അതാണ് എന്റെ എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതും എന്താ പറയാ, നമ്മുടെ വില്യം വൂണ്ട് ആദ്യമായിട്ട് ലെപ്സിഗില് ഒരു എന്താണ് സൈക്കോളജിക്ക് വേണ്ടി ഒരു എക്സ്പെരിമെന്റൽ ലാബ് ഉണ്ടാക്കി അവിടെ സ്റ്റാർട്ട് ചെയ്താണ്. ഇതൊരു ഓൾഡസ്റ്റ് ആണ്. ഇതും വലിയ അങ്ങനെ പ്രചാരമൊന്നും ഇല്ല, പക്ഷെ ഇത് പഠിക്കണം. ഇനി അടുത്തതാണ് എന്ത്, അഭിമുഖം. അഭിമുഖം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ആണ്. ഓക്കെ, ഇന്റർവ്യൂ. അതില് രണ്ട് തരത്തിലുണ്ട്, സുഘടിതും സുഘടിതമല്ലാത്തതും. അതായത് സ്ട്രക്ചേർഡ് ആൻഡ് നോൺ സ്ട്രക്ചേർഡ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ നിങ്ങൾ അവിചാരിതമായിട്ട് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ കാണുന്നു, എഴുത്തുകാരനോ എന്തോ ആവട്ടെ. ഓക്കെ, വളരെ അവിചാരിതമായിട്ട് കാണണം. അപ്പോ നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല കേട്ടോ. നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ആരോ ഒരു വിചാരിക്കാത്ത സിറ്റുവേഷനിൽ നമ്മൾ ഒരാളെ കാണുന്നു. അയാളോട് നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കൂല, അല്ലെങ്കിൽ നമ്മളെ കാണുന്ന സമയത്ത് കുറച്ച് പേര് എന്തെങ്കിലും ചോദിക്കും. എന്താണ് ജോലി, എങ്ങനെയുണ്ട്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പറയണം, ഞാനിപ്പോ ഞാനിപ്പോ ഒരു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു അധ്യാപക പരീക്ഷ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു, ഞാൻ ഇന്ന പച്ചവെള്ളം എന്നുള്ള ആപ്പിലാണ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലാണ് ഞാൻ കോഴ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവരെന്ത് ചോദിക്കും, ആ ഒരു ആപ്പ്, ആ ആപ്പിൽ എന്തൊക്കെയാ പ്രത്യേകതകൾ, എങ്ങനെയാ ക്ലാസ് റെക്കോർഡഡ് ആണോ ലൈവ് ആണോ, അങ്ങനെ നിങ്ങൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നോ അതൊക്കെ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്ന വ്യക്തി ചോദിക്കും. അതൊരിക്കലും സ്ട്രക്ചേർഡ് അല്ല അല്ലെ? അത് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേസമയം നിങ്ങളോട് പറയുകയാണ്, നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ്, നിങ്ങൾക്ക് സി എമ്മിനെ കാണാനുള്ള ഒരു അവസരം തരികയാണ്, സി എമ്മുമായിട്ട് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ്സ് സംവാദത്തിന് ഒരു ടൈം തരികയാണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരുമെന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും, അടുത്ത ആഴ്ച അല്ലേ, അപ്പൊ പോയിട്ട് വായില് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് വിചാരിക്കും? ഒരിക്കലും ഇല്ല. സി എമ്മിനോട് സംവാദിക്കാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, റെയർ ആയി കിട്ടുന്നതാണ്. അപ്പൊ അത് വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ടാ പോവുക അല്ലെ? അതാണ് എന്ത്, സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. അതായത് എന്ത് ക്വസ്റ്റ്യൻ, എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മള് നല്ല ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട്. ആ ഇന്റർവ്യൂസിലുള്ളതൊക്കെ എന്തായിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കും. വളരെ ഫണ്ണി ആയിട്ട് കാഷ്വൽ ആയിട്ടുള്ളതാണെങ്കിൽ ഇത് നോൺ സ്ട്രക്ചേർഡ് ആണ്. ഓക്കെ, ഇനി സർവേ രീതി. സർവേ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിലൊക്കെ പല രീതിയിലുള്ള സർവേസ് വരാം. അതായത് ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നടത്തുന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു വലിയൊരു ഹ്യൂജ് ഓഡിയൻസിനെ വേണ്ടി നടത്തുന്ന, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത്, സർവേ മെത്തേഡ്. ഇപ്പൊ നമ്മള് ഫീഡ്ബാക്ക് ഒക്കെ ചിലപ്പോൾ എഴുതി വാങ്ങും അല്ലെ കുട്ടികളുടെ നിന്ന്. അപ്പം അതിലെന്താണ്, ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടോ, എന്താണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദിക്കും. കുട്ടികളോട് പോയി ചോദിച്ച് നമ്മൾ ജസ്റ്റ് അത് മെൻഷൻ ചെയ്യും. അതൊക്കെ ഒരു സർവേ മെത്തേഡാണ്. ഇനി അടുത്തത് ക്ലിനിക്കൽ രീതിയാണ്. ഇത് ആക്ച്വലി ക്ലിനിക്കൽ മെത്തേഡാണ്. ഇതൊരു ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ആണ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു മാനസികമായിട്ട് അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു എന്താ പറയാ, മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന മെത്തേഡാണ്. ഇനി അടുത്തത് എന്താണ്, സാമൂഹിക ബന്ധ പരിശോധനകളാണ്. സാമൂഹിക ബന്ധ പരിശോധനകൾ എന്ന് പറഞ്ഞാൽ ഇതിലാണ് സാമൂഹ്യ മിതി എന്നുള്ളത് വരുന്നത്. എന്താണ് സാമൂഹ്യ മിതി? ഇതിൽ ഞാൻ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ചത്, അത് വിട്ടുപോയതാണ്. ആക്ച്വലി സാമൂഹ്യ മിതി എന്ന് പറയുന്നത് നമുക്കൊരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. നമ്മൾ എന്താണ്, ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് നമുക്കൊരു ഒരു ക്ലാസ് ഇൻചാർജ്, ഒരു ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് അപ്പൊ അതില് കുറച്ച് ടൈപ്പ് ഓഫ് ആളുകളെ അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പൊ നോക്കിക്കോളൂ, എ എന്നൊരു കുട്ടി, ആ കുട്ടി ബി എ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ആക്കാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ആളുകളായിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യാന്ന് പറയുകയാണെങ്കിൽ കുട്ടികളോട് പേര് എഴുതി എടുക്കാൻ പറയണം. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എ എന്ന വ്യക്തി ബി എ ചൂസ് ചെയ്തു, ബി എന്ന വ്യക്തി എ ചൂസ് ചെയ്തു. ഇവര് വേറെ ആരെയും ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോറി, ആരെയും ചൂസ് ചെയ്യുന്നില്ല.
ഇങ്ങനെ രണ്ടുപേര് മാത്രം വരികയാണെങ്കിൽ അവയെയാണ് ദ്വന്ദ്വങ്ങൾ എന്ന് പറയുക, അതായത് ട്വിൻസ്. സപ്പോസ് എ എന്ന അല്ലെങ്കിൽ വേറൊരു സി എന്ന വ്യക്തിയെ എല്ലാവരും ചൂസ് ചെയ്തു, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സ്റ്റുഡൻസും ചൂസ് ചെയ്ത വ്യക്തിയാണ് സി എന്ന് പറയുന്നത്. അതായത് എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റാർ എന്ന് പറയാ, അതായത് താരം. ഓക്കെ. ഇനി ഈ എ എന്നുള്ള വ്യക്തി ബി എന്നുള്ള വ്യക്തിയെ ചൂസ് ചെയ്തു, ബി എന്നുള്ള വ്യക്തി സിയെ ചൂസ് ചെയ്തു, സി എന്ന വ്യക്തി എയെ ചൂസ് ചെയ്തു. ഇവര് മൂന്നാളും പരസ്പരം അല്ലാതെ വേറെ ആരെയും ഇവര് ചൂസ് ചെയ്തിട്ടില്ല. ഇവരെ നമ്മൾ പറയുക ക്ലിക്കുകൾ എന്നാണ്. എന്താണ്? ക്ലിക്കുകൾ. ഓക്കെ. ഇനി ഇത് നോക്കിക്കേ, ഇവിടെ രണ്ടെണ്ണമായപ്പോ ദ്വന്ദ്ങ്ങളായി, മൂന്നാളായപ്പോ ക്ലിക്കുകളായി. ഇത് ചിലപ്പോ ഒരു 5 പേരുള്ള ഗ്യാങ് ആവാം. അതായത് എ ബിയെ ചൂസ് ചെയ്തു, ബി സിയെ ചൂസ് ചെയ്തു, സി ഡിയെ ചൂസ് ചെയ്തു, ഡി എന്ന് പറയുന്ന ആള് ഇയെ ചൂസ് ചെയ്തു, ഇ അഗൈൻ എയെ ചൂസ് ചെയ്തു. അപ്പൊ എന്താണ്, നമ്മൾ പറയല്ലേ, ഞങ്ങളൊരു ഗ്യാങ്, ഞങ്ങളൊരു 8 പേരുള്ള ഗ്യാങ് പറയും. അത് തന്നെയാണ് ഇവരെ നമ്മൾ പറയുന്നത് ഗ്യാങ്ങുകൾ എന്നാണ്. ഓക്കെ. ഇനി ആരാലും ചൂസ് ചെയ്യപ്പെടാത്ത ഒറ്റയ്ക്ക് ഒരാൾ ഇരിക്കുന്നുണ്ടാവും. അയാൾ ആരെയും ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആരാലും ചൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഐസൊലേറ്റ്സ് എന്ന് പറയാ. ഐസൊലേറ്റ്സ് അഥവാ ഏകാകികൾ എന്ന് പറയും. ഓക്കെ. ഏകാകികൾ എന്ന് പറയും. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഒരു ഇതില്ലേ, എന്തെങ്കിലും ഒരു ഫിഗർ വരച്ച് നമ്മൾ ചെയ്യുന്നില്ലേ, ആ പരിപാടി അല്ലെങ്കിൽ ആ മെത്തേഡിനെയാണ് സാമൂഹ്യമിതി അഥവാ സോഷ്യോ അതിനെയാണ് നമ്മൾ സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത എന്താണ്, പ്രക്ഷേപണ രീതിയാണ്, അതായത് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് നമുക്ക് പേഴ്സണാലിറ്റി പഠിക്കുമ്പോൾ പഠിക്കാം. പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പ്രകടമല്ലാത്ത നമ്മുടെ സ്വഭാവ സവിശേഷം ഇപ്പൊ ഒബ്സർവേഷനിലൂടെയും അല്ലെങ്കിൽ ഈ സാമൂഹിക ബന്ധ പരിശോധനകൾ വരെ നമുക്ക് എന്താണ് ഒരാളുടെ ഒബ്സർവ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരാളുടെ പ്രകടമാവുന്ന സ്വഭാവം മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പ്രക്ഷേപണ രീതി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പ്രകടമല്ലാത്ത ഒരു സ്വഭാവത്തെ കുറിച്ച് പഠിക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഇതിൽ കുറെ ഉണ്ട്, റോഷാക്കിംഗ് ബ്ലോട്ട് ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് റെക്കോർഡാണ്. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു ക്ലാസ് ഇൻചാർജ് ആയിട്ട് ഒരു സ്കൂളിൽ ഒരു 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ക്ലാസ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അക്കാഡമിക് ഇയറിൽ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും കരിക്കുലർ ആൻഡ് നോൺ കരിക്കുലർ ആക്ടിവിറ്റീസും അതിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് റെക്കോർഡ് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു റെക്കോർഡിനെയാണ് നമ്മൾ നോർമലി ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്നുള്ള പേരിൽ പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയായിരിക്കും, കരിക്കുലർ ആൻഡ് അതായത് അക്കാഡമിക് നോൺ അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും ആ കുട്ടിയെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ബുക്കായിട്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതാണ് ടീച്ചർ നോക്കുന്ന അല്ലെങ്കിൽ ടീച്ചർ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഒരു രേഖ എന്ന് പറയുന്നത്. അതിനെ സഞ്ചിത രേഖ എന്ന് പറയുന്നു. ഇനി അടുത്തത് അനക്ഡോട്ടൽ റെക്കോർഡ്. എന്താണ് അനക്ഡോട്ടൽ റെക്കോർഡ്? ഇത് എത്ര തവണ ചോദിച്ചിട്ടുണ്ട് എന്നതിന് യാതൊരു കൈയും കണക്കും ഇല്ല എന്ന് നമുക്കറിയാം. അത്രയും ഇമ്പോർട്ടന്റ് ആയ വ്യക്തികളാണ്. സഞ്ചിത രേഖയും ഉപാഖ്യാന രേഖയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉപാഖ്യാന രേഖ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു കുട്ടിയെ കുറിച്ച് പഠിക്കാനുള്ള കുറെ റെക്കോർഡ്സ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറുന്നു, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ച് കുറിച്ച് വെക്കുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡാണ് അനക്ഡോട്ടൽ റെക്കോർഡ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസ്സിലെ ഒരു കുട്ടി രാവിലെ വന്നിട്ട് പറയുകയാണ്, ടീച്ചറെ എനിക്കിത് വഴിയിൽ നിന്ന് ഒരു പേഴ്സ് കിട്ടിയതാണ്. നോക്കിയപ്പോ അതിനകത്ത് നല്ല രീതിയിൽ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഉള്ള ഒരു പേഴ്സ് ആണ്. ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ ആ കുട്ടിക്ക് സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുകളും അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രാരാബ്ദമുള്ളൊരു കുടുംബത്തിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്. വേണമെങ്കിൽ ആ കുട്ടിക്ക് അത് വീട്ടിൽ കൊണ്ട് കൊടുക്കായിരുന്നു. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തു, ആ ഒരു പേഴ്സ് ടീച്ചറെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ടീച്ചർക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടിയെക്കുറിച്ച് വല്ലാത്തൊരു പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ടീച്ചർ ആ കുട്ടിയെക്കുറിച്ച് നോട്ട് ചെയ്ത് വെക്കും.
അതായത് എന്താണ് അവിടെ നോട്ട് ചെയ്യുക? വളരെ ഹോണസ്റ്റി അല്ലെങ്കിൽ ഹോണസ്റ്റി എന്നുള്ള ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് അത് എന്നത് ടീച്ചർ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു കുട്ടി പെരുമാറുന്നതിനെ കുറിച്ച് വെക്കുന്ന ഒരു എന്താ പറയാ റെക്കോർഡാണ് അനക്ഡോട്ടൽ റെക്കോർഡ്. ഞാനൊരു എക്സാമ്പിളായി പറഞ്ഞാണ്. ഇത് സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റെക്കോർഡാണ്. മറ്റേതൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഒരു പെർട്ടിക്കുലർ ഒക്കേഷനിലൊക്കെ പെരുമാറുന്നത് വെച്ച് റിലേറ്റ് ചെയ്ത് വരുന്ന റെക്കോർഡാണ്. ഇനി അടുത്ത ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെക്ക് ലിസ്റ്റ് തന്നെയാണ്. അതായത് നിങ്ങൾ എന്താ നമ്മൾ നോക്കൂലേ, ഇപ്പൊ നമ്മളൊരു ട്രിപ്പ് പോവാണെന്ന് വിചാരിക്കാം. ഇപ്പൊ പാക്ക് ചെയ്യുന്നതിന് മുന്നേ എഴുതി വെക്കും അല്ലേ, രാവിലെ മുതൽ എന്തൊക്കെ വേണം എന്നുള്ളത്. അവസാനം പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒന്ന് ടിക്കൊക്കെ ഇട്ട് വെക്കും അല്ലേ, ചെയ്യുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പം അതിനെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂമിൽ വേണ്ട ചെക്ക് ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കാൻ പറഞ്ഞാൽ ബെഞ്ച്, ഡെസ്ക്, ബോർഡ്, ഡസ്റ്റർ, വാട്ടർ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിനകത്ത് വരും. ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നമുക്ക് അതിൽ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. അതേസമയം റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള കാര്യത്തിന് റേറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഓൺലൈനിലൊക്കെ പല സാധനങ്ങൾ വാങ്ങാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ആ അതായത് ഒരു കസ്റ്റമർ റിവ്യൂ നോക്കും. കസ്റ്റമേഴ്സ് ഏതാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ റേറ്റിംഗിനനുസരിച്ചായിരിക്കും നമുക്ക് ആ പ്രൊഡക്റ്റിലുള്ള ഒരു ഒരു എന്താണ് ട്രസ്റ്റ് ഉണ്ടാവുക. അത് തന്നെയാണ്. അപ്പൊ ഓരോന്നും ഉള്ളത് എന്ത് രീതിയിൽ അതിന് എത്ര റേറ്റിംഗ് കൊടുക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ അതിന് ചിലപ്പോൾ ഒരു 5 പോയിന്റ് റിവ്യൂ ആയിരിക്കും, റേറ്റിംഗ് ആണെങ്കിൽ 10 ആയിരിക്കും. അപ്പൊ ഔട്ട് ഓഫ് 10 എത്ര കിട്ടി, ഔട്ട് ഓഫ് 5 എത്ര കിട്ടി എന്നുള്ളത്. ഒരു ഫിലിം കാണാൻ പോവാണെങ്കിൽ പോലും നമ്മൾ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് അല്ലെ പോവാ. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ചോദ്യാവലി, അതായത് ക്വസ്റ്റിനെയർ. ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു കുട്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് അറിയാനായിട്ടാണെങ്കിൽ അവരുമായിട്ട് ഏത് രീതിയിലുള്ള ഇപ്പൊ ഒരാളുടെ IQ ആണ് ചെക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. അതിനെയാണ് ക്വസ്റ്റിനെയർ അഥവാ ചോദ്യാവലി എന്ന് പറയുന്നത്. ഇനി അടുത്തത് കേസ് സ്റ്റഡി. വെരി ഇമ്പോർട്ടന്റ്. ഞാൻ ഈ പറഞ്ഞതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കരുതണം. എത്രയോ വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ BEdനൊക്കെ പഠിക്കുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്താ, ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയെ നമ്മളൊരു കേസായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ആ കുട്ടിയെ കുറിച്ച് കൃത്യമായി പഠിച്ച് അതിനൊരു സൊല്യൂഷനും കൂടി നമ്മൾ കൊടുക്കും. അതാണ് ആക്ച്വലി കേസ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഒരു കേസ് ആയിട്ട് എടുക്കുന്നത് അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. പക്ഷെ അവിടെ നമ്മളൊരു സൊല്യൂഷനും കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അതാണ് കേസ് സ്റ്റഡി. പക്ഷേ അടുത്ത ആള് ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയ ആളാണ് ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ചും കേസ് സ്റ്റഡിയും ഓൾമോസ്റ്റ് എപ്പോഴും മാറിപ്പോകും പലർക്കും. ആക്ഷൻ റിസർച്ച് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഒരു ബാച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇതേ പഠിപ്പിച്ച രീതിയിൽ തന്നെയാണ് ഞാൻ രണ്ടാമത്തെ ബാച്ചിനെയും പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ അവകാശപ്പെടുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഈ ബാച്ചിലുള്ള എല്ലാവരും ആ എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് നന്നായിട്ടിരിക്കുന്നു. പക്ഷെ മറ്റേ ബാച്ചുകളെ നോക്കുമ്പോൾ വളരെ മോശം റിസൾട്ട് അവിടെ ഉണ്ടായത്. അപ്പോ കണ്ണടച്ച് പറയൂലേ, ആ പിള്ളേരുടെ പ്രശ്നമെന്ന് പറയും. ശരിയല്ലേ, അങ്ങനെ പറയില്ലേ? അതേ സമയം ഒരു ക്ലാസ്സിലെ എല്ലാവരും ഒരുപോലെ മോശമാവും? ഇല്ലല്ലോ. ഒരു ക്ലാസ്സിൽ ഇപ്പൊ 10 പേര്, ഇവിടെ 10 പേരുണ്ടായത് അവിടെ 20 പേര്, അല്ലെങ്കിൽ ഇവിടെ 20 അവിടെ 20. ഈ 20 പേര് ഇവിടെ ക്ലിയർ ചെയ്തു, അവിടെ 20 പേരും ക്ലിയർ ചെയ്തില്ലെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? വേറെ ആരും പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചിന്തിക്കും, അയ്യോ ഞാൻ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, ഞാൻ ഇവർക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തില്ലേ എന്നൊക്കെ ചിന്തിക്കും. അതായത് ഞാൻ എന്റെ ആക്ഷനിലാണ്. അങ്ങനെ തന്നെ കണക്ട് ചെയ്തോളൂ. ഞാൻ ചെയ്ത ആക്ഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതാണ് ആക്ച്വലി ആക്ഷൻ റിസർച്ച്. ഈ ആക്ഷൻ റിസർച്ചിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ റിസർച്ചിന് ചെയ്യുന്ന പോലത്തെ വലിയ വലിയ പ്രൊസീജിയർ, ഈ ഹൈപ്പോത്തിസിസ് അങ്ങനത്തെ കുറെ പരിപാടി റിസർച്ചിന്റെ കുറെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും ഈ ആക്ഷൻ റിസർച്ചിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ആക്ച്വലി കേസ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെയോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ച് പഠിച്ചതിന് സൊല്യൂഷൻ ആണ്. പക്ഷെ ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ അത് മിക്കവാറും ടീച്ചർ ഓറിയന്റഡ് ആണ്. ആക്ഷൻ റിസർച്ച് അത് ടീച്ചറെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പൊ ടീച്ചർ അവരുടെ പ്രവൃത്തിയെ കുറിച്ച് പഠിക്കാൻ എടുക്കുന്ന പരിപാടിയാണ് അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് വളർച്ചയും വികസനവും. അതായത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ.
നമ്മള് പറയില്ലേ, തമാശക്കൊക്കെ ചിലപ്പോ പറയില്ലേ, ഓ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, ബുദ്ധിക്കൊന്നും അങ്ങനെ വലിയ വളർച്ചയൊന്നും വന്നിട്ടില്ല എന്നൊക്കെ ഫ്രണ്ട്സ് തമ്മിൽ അല്ലെങ്കിൽ കസിൻസ് ഒക്കെ തമ്മിൽ വീട്ടിലൊക്കെ കളിയാക്കും. ഇത്രയേ ഉള്ളൂ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിൽ. എന്താണ് വളർച്ച ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുമ്പോൾ വികാസം അല്ല കേട്ടോ, വികസനമാണ്. മലയാളം ടൈപ്പ് ചെയ്ത് കയറ്റുമ്പോഴുള്ള പ്രശ്നം. വികസനമാകട്ടെ വളർച്ചയോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നാണ് ക്രോ ആൻഡ് ക്രോ. കേട്ടിട്ടില്ലേ, നമ്മുടെ ഫേമസ് സൈക്കോളജിസ്റ്റ് ആണ് ക്രോ ആൻഡ് ക്രോ അഭിപ്രായപ്പെട്ടത്. ഒന്നുമില്ല, വളർച്ച എന്ന് പറയുന്നത് ശാരീരികമായിട്ടാണെങ്കിൽ വികസനം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു നമ്മുടെ ദിനചര്യകളിൽ മാത്രമല്ല എല്ലാ രീതിയിലും കോഗ്നിറ്റിവിറ്റി റിലേറ്റഡ് ഒക്കെ വരുന്ന മാറ്റത്തെയാണ് വികസനം എന്ന് പറയുന്നത്. അപ്പൊ ഈ വളർച്ചയും വികസനത്തിന്റെ മുൻപ് നമുക്ക് ഈ വികാസ ഘട്ടങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട്. എന്താന്ന് വെച്ചാല് ഈ വളർച്ചയും വികസനവും നമ്മൾ പഠിക്കാനുള്ള ഏറ്റവും നല്ല അവർ തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതിലെ വികാസ ഘട്ടങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കണം. അതായത് പ്രാഗ് ജന്മഘട്ടം എന്ന് പറഞ്ഞാൽ പ്രീ നാറ്റൽ സ്റ്റേജ്. പ്രീ നാറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപുള്ള അല്ലെങ്കിൽ ആ ഒരു പീരീഡ് ആണ്. നമ്മള് NICU എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, അതായത് വളരെ കുഞ്ഞു കുട്ടികളെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ നാറ്റൽ എന്നുള്ള ഒരു വേർഡ്. ജന്മഘട്ടം എന്ന് പറഞ്ഞാല് ഒരു അമ്മയുടെ ഗർഭപാത്രത്തില് വളരെ ചെറിയ, അതായത് ഒരു സ്പേം വന്ന് എഗ്ഗുമായിട്ട് കൂടിച്ചേർന്ന് അതൊരു കോശമായി മാറി അല്ലെങ്കിൽ അതിനൊരു ജീവൻ വെക്കുന്ന ആ ഒരു നിമിഷമില്ലേ, ആ നിമിഷം തൊട്ട് ഗർഭാവസ്ഥയുടെ അവസാനം വരെ, അതായത് ജനനം എന്നുള്ള ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് വരെയുള്ള ഒരു പീരീഡിനെയാണ് നമ്മൾ പ്രീ നാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെയാണ്. അതിൽ ബീജാങ്കുരണ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അത്ര വലിയ കാര്യമില്ല കേട്ടോ, ഇതൊന്നും ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഭ്രൂണഘട്ടം എത്രയാണ്, ഗർഭഘട്ടം എത്രയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി, അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ആൾക്കാരെ നോക്കുക. അടുത്ത ആൾക്കാരെ ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. ഈ ജന്മാന്തര ഘട്ടത്തിലെ ഓരോ ഏജ് ഗ്രൂപ്പും നിങ്ങൾ അറിയണം. എന്താണ് ഞാൻ പറയണം. ഒന്ന് ശൈശവം, അത് പോസ്റ്റ് നാറ്റൽ സ്റ്റേജ് ആണ്. അതായത് ജനനം മുതൽ മരണം വരെ എന്നതാണ് അർത്ഥം. ഇപ്പൊ ശൈശവം എന്ന് പറഞ്ഞാൽ ഇൻഫാൻസിയാണ്. ആക്ച്വലി ശൈശവം എന്ന് പറയുന്നത് ജനിച്ചിട്ട് ഏകദേശം 3 വർഷം വരെയാണ്. ഇപ്പൊ നമ്മൾ സാധാരണ അംഗനവാടിയിലൊക്കെ കൊണ്ടുവിടുന്ന കുഞ്ഞുങ്ങളെ, പ്ലേ സ്കൂളിലൊക്കെ കൊണ്ടുവിടുന്ന കുട്ടികൾ മാക്സിമം 3 വയസ്സ് വരെയാണ് അല്ലെ. 3 കഴിഞ്ഞ് 4ലേക്ക് പോട്ടെ, 4 വരെ പോകാം, 4 കഴിഞ്ഞ് നമ്മൾ മെല്ലെ LKG ഷിഫ്റ്റ് ചെയ്യും കുട്ടികളെ. അപ്പൊ ഇൻഫാൻസി എന്ന് പറയുന്ന പീരീഡ്, ശൈശവം എന്ന് പറയുന്നത് 0 ജനിച്ച് 3 വർഷം വരെയാണ്. 3 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെയും ബാല്യം അഥവാ ചൈൽഡ്ഹുഡ് എന്നുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിലാണ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നുണ്ടാവുക. പക്ഷെ അവരെ വീണ്ടും 3ആയി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യ ബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്. ഇത് നോക്കിക്കോളൂ, ചോദിച്ചിട്ടുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെയാണ്. ഏകദേശം നമ്മൾ ഒരു 1ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന അംഗനവാടി, LKG, UKG, 1ാം ക്ലാസ് വരെ എത്തുന്ന പ്രായമാണ്. അപ്പോ ഈ സമയത്തുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് എല്ലാത്തിലും ഒരു ക്യൂരിയോസിറ്റിയാണ്. ഫുൾ കളിക്കുക എന്നുള്ള ഒരു ടൈപ്പ് ആയിരിക്കും. അവർക്ക് എല്ലാത്തിലും എന്താണ് ഒരു ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താണ് പുതിയത് കാണുമ്പോഴൊക്കെ എല്ലാത്തിനെ കുറിച്ചും അവർ അന്വേഷിക്കാൻ തുടങ്ങും. എല്ലാവർക്കും പുതുമയുള്ളതാണ് എല്ലാത്തിലും. അതുകൊണ്ടാണ് നമ്മൾ പറയും ഈ കുട്ടികളെ നന്നായി ശ്രദ്ധിക്കണം എന്ന്. കാരണം അവർക്ക് നല്ലതാണോ ചീത്തയാണോ അപകടമാണോ സേഫ് ആണോ എന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഏർലി ചൈൽഡിലുള്ള കുട്ടികൾ വളരെ ആക്റ്റീവ് ആയിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കണം. ഈ ബാല്യം എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ അതിനെ ടോയ് ഏജ് എന്നൊക്കെ പറയാം. അത് കളിക്കുക എന്നുള്ള ഒറ്റ വിചാരമുള്ളൂ. പ്രത്യേകിച്ച് കളിക്കാൻ ഈ 6 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികൾ പൊതുവെ അവരുടെ സെയിം സെക്സിലുള്ള പിയർ ഗ്രൂപ്പുമായിട്ട് കളിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുക. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് എത്തുമ്പോഴാണ് 9 മുതൽ 12 വയസ്സ് വരെ അവരെന്താണ് നമ്മളൊരു അന്ത്യബാല്യം, ലേറ്റർ ചൈൽഡ്ഹുഡിലാണ് പെടുത്തുന്നത്. ഇനി കൗമാരം എന്ന് പറയുന്നത് 12 മുതൽ 18, 20 വയസ്സ് വരെയുള്ളവരെയാണ് നമ്മൾ അഡോളസൻസ് കാറ്റഗറിയിൽ പെടുത്തുക. അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ യൗവനം എന്നൊക്കെ പറയും. അത് 20 മുതൽ 50 വയസ്സ് വരെ ഇപ്പൊ യൗവനമാണ് അല്ലേ. അപ്പം നമ്മളൊക്കെ വളരെ യുവാക്കളാണെന്ന് സന്തോഷത്തോടെ പറയാം.
നമ്മളൊക്കെ അഡൾട്ട്ഹുഡിലാണ്. അങ്ങനെ മധ്യവയസ്കരൊന്നുമില്ല. യൗവനം മാത്രമേ ഉള്ളൂ. കൗമാരം, യൗവനം, വാർദ്ധക്യം മാത്രമേ ഉള്ളൂ. വാർദ്ധക്യം എന്ന് പറയുന്നത് 50 വയസ്സിന് ശേഷമായിട്ടാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ 60 വയസ്സും 70 വയസ്സൊക്കെ വാർദ്ധക്യത്തിലേക്കുള്ള എന്താ പറയാ ചവിട്ടുപടി മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇതൊന്നും ജസ്റ്റ് ഓർത്തു വയ്ക്കുക. ഇനിയാണ് വളർച്ചയും വികസനവും തമ്മിലുള്ള താരതമ്യം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളർച്ച അനുസ്യൂത പ്രക്രിയയല്ല. അതായത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല എന്നതാണ് പറയുന്നത്. നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്താ കണ്ടിന്യൂസ് പ്രോസസ് അല്ല എന്ന് പറയുന്നത്? നിങ്ങൾ എല്ലാവരും ഇപ്പോഴും വളരുന്നുണ്ടോ? ഇല്ല. ഒരു പെൺകുട്ടികൾ ഒരു 18 വയസ്സ് വരെയും ആൺകുട്ടികൾ ഒരു 21 വയസ്സ് വരെയൊക്കെ മാക്സിമം വളരുള്ളൂ. അല്ലെ? ഇനി എന്താ ഇപ്പൊ വളരാനുള്ളതെന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അത്രേ ഉള്ളൂ. വളർച്ചയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ വികസനത്തിനില്ല. വികസനം ജനനം മുതൽ മരണം വരെ അനുസ്യൂതം നടക്കുന്നു. പരിപക്വതയോടെ അത് അടുത്ത പോയിന്റ് ആണ്. അപ്പം അതെന്താന്ന് വെച്ചാല് വികസനം എന്ന് പറഞ്ഞാല് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. പണ്ട് കീപാഡ് ഫോൺ യൂസ് ചെയ്ത നിങ്ങളുടെ പാരന്റ്സോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ പാരന്റ്സ് ഒക്കെ ഇപ്പൊ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലേ? അതെന്താണ്? അതൊരു തരം ഡെവലപ്മെന്റ് ആണ്. അവർക്കല്ലാണ്ട് അയ്യോ എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു കേട്ടോ, ഇനി ഞാൻ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യില്ല എന്ന് പറയോ? ഇല്ല. അതൊക്കെ ഒരു ഡെവലപ്മെന്റ് ആണ്. എന്ത് പുതിയത് പഠിച്ചാലും അതൊരു ഡെവലപ്മെന്റ് ആണ്. ഓക്കെ. പരിപക്വത എന്ന് പറഞ്ഞാൽ മെച്ചുറേഷൻ ആണ്. അതായത് മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? അതായത് ഒരു മെച്ചുറേഷൻ നമ്മൾ പറയുന്നു. ഇപ്പം 18 വയസ്സ് ലീഗലി മെച്ചുവേർഡ് ആവുന്ന ഒരു പ്രായമാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മെച്യൂരിറ്റി, ഒരു ശാരീരികമായ മെച്യൂരിറ്റി വരുന്നത് എപ്പോഴായിരിക്കും? അല്ലെ? പെൺകുട്ടികളുടെ ഒരു അഡോളസന്റ് പീരീഡ് എത്തുമ്പോൾ നമ്മൾ പറയും പെൺകുട്ടികൾ മെച്ചുവേർഡ് ആയി എന്നൊക്കെ പറയും. അതെന്താണ്? അവരുടെ ഇന്റേണൽ ഓർഗൻസ്, പ്രത്യേകിച്ച് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ അതിന്റെ മാക്സിമം ലെവലിലേക്ക് എത്തി. അതായത് ഒരു വുമന്റെ ശരീരമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വളർച്ച പൂർണ്ണമായി. ഇനി അതൊരു വെറും പെൺകുട്ടി മാത്രമല്ല, അതൊരു യുവതിയായി മാറി എന്ന് കാണിക്കുന്നതാണ്. അതാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഞാൻ മെച്യൂർഡ് ആയിട്ടോ, ഇനി എനിക്ക് അങ്ങോട്ട് വളരാനേ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിനി ഇപ്പൊ ഞാൻ എന്ത് പഠിച്ചോ അല്ലെങ്കിൽ എനിക്കിപ്പോ എന്ത് വിവരമുണ്ടോ അത്രേ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കാണുന്നുണ്ടല്ലേ 80 വയസ്സായ ആള് 10ാം ക്ലാസ് യോഗ്യതാ പരീക്ഷ എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എന്താണ്? അതൊക്കെ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ. ഇനി അതാണ് പരിപക്വത എന്ന് പറഞ്ഞാൽ പരിപക്വതയുടെ അവസാനിക്കുന്നില്ല എന്നാണ്. വികസനം ജീവിയുടെ സമഗ്രമായ മാറ്റത്തെ ഉൾക്കൊള്ളുന്നു. വികസനം എന്ന് പറയുന്ന ഒരു ഒരു നമ്മുടെ ശരീരത്തിലെയോ അല്ലെങ്കിൽ മാനസികമായ ഏതെങ്കിലും ഒരു തലത്തെ മാത്രമല്ല, എല്ലാമായിട്ടുള്ള മാറ്റത്തെയും അത് ഉൾക്കൊള്ളുന്നുണ്ട്. വളർച്ച ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്നു. വികസനം കൂടുതൽ സമഗ്രമാണ്, വിപുലവുമാണ്. അത് വ്യക്തിയിൽ വരുന്ന എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു. വ്യക്തിയിൽ വരുന്ന എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു. ചിലപ്പോൾ നമ്മൾ പറയല്ലേ, നമ്മുടെ പാരന്റ്സ് ഒക്കെ ഇപ്പൊ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടാ ചിന്തിക്കുന്നത്. അല്ലെ? വളരെ എന്താല്ലേ പണ്ട് എന്നെ കളിക്കാൻ വിടാതിരുന്ന അച്ഛനും അമ്മയാണ് ഇപ്പൊ പേരക്കുട്ടികളുടെ കൂടെ പോയിരുന്ന് കളിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ എന്താണ്? അതൊക്കെ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ. വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. പക്ഷെ വികസനം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്ന ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ആശ്രയിക്കുന്നു? മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഓക്കെ. മെച്ചുറേഷനും ലേണിങ്ങിനെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി വളർച്ചയുടെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനും അളക്കാനും കഴിയും. ഇപ്പൊ നമ്മള് ഒരു കുഞ്ഞ് ജനിച്ച്, നിങ്ങളെ വീട്ടിൽ കുട്ടികളുള്ളവർക്കൊക്കെ അറിയാം, ഒരു കുട്ടി ജനിച്ചു എന്ന് വെച്ചാല് കുട്ടി ജനിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് അടുത്ത നമ്മുടെ ആശാ വർക്കറോ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഡെലിവറി എന്നുണ്ടെങ്കിൽ അവരൊരു ബുക്ക് നമുക്ക് തരും. എവിടെയാണെങ്കിലും എന്താണ് വാക്സിൻ ഒക്കെ എപ്പോഴെടുക്കണം എന്നുള്ളത് അറിയാനും അതുപോലെ റെഗുലർ ചെക്കപ്പിനും. അപ്പൊ അതിനകത്ത് ഈ അംഗനവാടി ആശാ വർക്കറൊക്കെ തരുന്ന ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും 1 വയസ്സാകുമ്പോൾ കുട്ടിക്ക് എത്ര വെയിറ്റ് വേണം, 1 വയസ്സാകുമ്പോൾ കുട്ടിക്ക് എത്ര ഹൈറ്റ് വേണം എന്നതൊക്കെ. അപ്പൊ അതൊക്കെ എന്താണ്? വളർച്ചയാണ്. അതായത് നമുക്കത് കറക്റ്റ് ആയിട്ട് നിരീക്ഷിക്കാനും അളക്കാനും സാധിക്കും. പക്ഷെ വികസനം എന്ന് പറയുന്നത് നിരീക്ഷിക്കാനോ അളക്കാനോ കഴിയുമോ? അതായത് ഒരു കുട്ടിക്ക് 1 വയസ്സാകുമ്പോൾ കുട്ടിയുടെ വികസനം ഇങ്ങനെ വേണമെന്ന് ഒരു ലിമിറ്റ് വെക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ. അതാണ്. പക്ഷെ നമുക്കത് നോക്കിക്കാണാൻ പറ്റൂട്ടോ. വളർച്ച വികസനത്തിന് കാരണമാകാം, അല്ലെന്ന് വരാം. അല്ലേ? അതായത് വളർന്നത് കൊണ്ട് മാത്രമേ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിൻസ് ഒന്നും നമുക്ക് ഇത്രയും നല്ല അറിവ്, ഇത്രയും വിവരമുള്ള, ഇത്രയും അറിവുള്ള ഒരു മനുഷ്യനാണ്. അല്ലെ? വീൽ ചെയർന്ന് എഴുന്നേക്കാൻ പോലും പറ്റില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരു വ്യക്തി എന്തോരം അല്ലെ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വികസനം വളർച്ച ഇല്ലാതെ തന്നെ സാധ്യമാണ്. വളർച്ച വികസനത്തിന് കാരണമാകാം, അല്ലെങ്കിലും വരാം. ഓക്കെ.
ഇനി അടുത്തത് എന്താണ്? വികാസ തത്വം. ഇത്രയാണ് നമ്മൾ അതിൽ പഠിക്കുന്ന കമ്പാരിസൺ. വികാസ തത്വങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇത് എത്രയോ വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് അല്ല, തന്നിരിക്കുന്നതിൽ ഏത് വികാസ തത്വം അല്ല, ആണ് എന്നൊക്കെ. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്സ്. നോക്കാം. ഫസ്റ്റ്, വികാസം അനുസ്യൂതമാണ്. നമ്മളത് പഠിച്ചു. എന്താണ്? ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്. അടുത്തത്, വികാസം ഗതി നിയമം പാലിക്കുന്നു. അതായത് അതൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ് പോകുന്നത്. എന്താണ് ഡയറക്ഷനിൽ പോകണമെന്ന് പറയുന്നത്? അതായത് സെഫാലോ കോഡലും പ്രോക്സിമോ ഡിസ്റ്റലും. എന്താ സെഫാലോ കോഡലും പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാല്? സെഫാലോ കോഡൽ എന്ന് പറഞ്ഞാല്, നിങ്ങൾ നോക്കുക, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ഒരു 3 മാസം കഴിയുമ്പോഴേക്ക് കുഞ്ഞിന്റെ കഴുത്തിനൊക്കെ തലയെ താങ്ങി പിടിക്കാനുള്ള ഒരു ശക്തി വരും, അല്ലെ? അല്ലെങ്കിൽ അതിനുള്ള ഒരു വികാസം, ഡെവലപ്മെന്റ് വരും. അതായത് കുഞ്ഞിന്റെ തലയെ താങ്ങി പിടിക്കാനുള്ള ഒരു കഴിവ് ഒരു 3 to 4 മാസത്തിനുള്ളിൽ വരും. പക്ഷെ കുഞ്ഞിന്റെ കാൽപാദം വളരെ പ്രോപ്പറായി നിന്ന് തനിയെ ഒരു 2 അടി പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്നത് ഒരു 10 മാസവും 12 മാസത്തിനും ഇടയിലായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തലയ്ക്കാണെങ്കിൽ തലയുടെ ഭാഗത്തിനാണ് ആദ്യം വികാസം സംഭവിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് കാലുകളിലേക്ക് അത് വരുന്നത്. അപ്പൊ അതൊരു ഗതി നിയമം, അതൊരു ഡയറക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഹെഡ് ടു ഫുട്ട്. എന്താണ്? ഹെഡ് ടു ഫുട്ട് എന്നുള്ള ഡയറക്ഷൻ ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഫാലോ കോഡൽ. വെരി ഇമ്പോർട്ടന്റ്. എത്രയോ വട്ടം ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പോയിന്റ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന്റെ അന്ത്യത്തിൽ നിന്നല്ല കേട്ടോ, മധ്യത്തിൽ നിന്നാണ്. മലയാളം നമുക്ക് ഈ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നമാണ്. ഞാനത് നോട്ട് ആക്ച്വലി ഞാൻ ടൈപ്പ് ചെയ്യും, പക്ഷെ നമുക്ക് ഓട്ടോ കറക്ഷൻ ഒക്കെ വരുന്ന സമയത്തുള്ള പ്രശ്നമാണ്. അപ്പൊ മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്കും സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം എന്ന ക്രമം പാലിക്കപ്പെടുന്നു. അതായത് എന്താണ്? സെന്റർ ഔട്ട്വേർഡ് ഡയറക്ഷൻ ആണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഗർഭസ്ഥ ശിശു എന്ന് പറഞ്ഞു. എന്താണ്? ഗർഭസ്ഥ ശിശു ആവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയോട് ഡോക്ടർ സാധാരണ പറയും ഒരു 36 വീക്സ് ഒക്കെ കംപ്ലീറ്റ് ആയാൽ എപ്പോൾ ഡെലിവറി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സിസേറിയൻ ഒക്കെ ചെയ്യാം, പേടിക്കണ്ട, ഒരു 36 വീക്സ് എങ്കിലും അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിരിക്കുന്നത് വളരെ സേഫ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ 36 വീക്സ് ഒക്കെ കഴിയുമ്പോഴാണ് കുഞ്ഞിന്റെ ലങ്സിന് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ ബ്രീത്ത് ചെയ്യാനുള്ള കഴിവ് വരുന്നുണ്ടാവുള്ളൂ. അല്ലാത്തിടത്തോളം കാലം അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ആ ഫ്ലൂയിഡിലൂടെയും ആ പ്ലാസന്റയിലൂടെയാണ് കുഞ്ഞിന് വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ലഭിക്കുന്നുണ്ടാവുക. അപ്പൊ അത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 സ്റ്റേറ്റിലേക്കാണ് വരുന്നത്, അല്ലെ? വാട്ടർ സ്റ്റേറ്റിൽ നിന്ന് നേരെ ഒരു എയർ നോർമൽ ബ്രീത്തിന് ഉള്ള തയ്യാറെടുപ്പിൽ ആ കുഞ്ഞ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ കുഞ്ഞിന് അതിനുള്ള ശക്തി വരണമെങ്കിൽ മിനിമം ഒരു 36 വീക്സ്, സാധാരണ ഒരു കണക്ക് പറഞ്ഞാണ് അങ്ങനെയാണ് പറയാറ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നിങ്ങൾക്ക്? അതായത് ഒരു ഇന്റേണൽ ഓർഗന്റെ വളർച്ചയെ അല്ലെങ്കിൽ വികാസത്തെ വെച്ച് നോക്കുമ്പോൾ അതിന് ശേഷം മാത്രമാണ് ഔട്ട്വേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ പുറത്തുള്ള നമ്മുടെ അവയവങ്ങൾക്ക് വികാസം സംഭവിക്കുന്നുള്ളൂ. ലങ്സ്, ഹാർട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, നമുക്ക് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? ഒരു 6 മാസത്തേക്ക് കുഞ്ഞിന് അമ്മയുടെ പാലല്ലാതെ വേറൊന്നും കൊടുക്കാൻ സമ്മതിക്കില്ല. പിന്നീടാണ് പതിയെ പതിയെ വളരെ ചെറിയ ലൈറ്റ് ഫുഡൊക്കെ കൊടുക്കുക. 1 വയസ്സ് കഴിഞ്ഞാൽ എല്ലാം കൊടുക്കുക, അല്ലെ? പക്ഷെ 1 വയസ്സ് കഴിയുമ്പോഴും കുഞ്ഞ് ചിലപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാറായിട്ടുണ്ടാവില്ല. അപ്പോഴും അമ്മയുടെയോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ ഒരു ഹെൽപ്പ് ആ കുട്ടിക്ക് വേണം. പക്ഷെ ഇന്റേണലി നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അവര് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കുറവാണെങ്കിൽ അതിന് ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ഒരു നോർമൽ ആളുടെ അത്രയും ആയിട്ടുണ്ടാവും. ഇതാണ് പറയുന്നത്. എപ്പോഴും കുട്ടികളുടെ വളർച്ച അല്ലെങ്കിൽ വികാസം എന്ന് പറയുന്നത് ഈ നമ്മുടെ അതായത് ശരീരത്തിന്റെ മധ്യഭാഗത്തു നിന്ന് വശങ്ങളിലേക്ക്. അപ്പൊ ഇന്റേണൽ ഓർഗൻസ്, പ്രത്യേകിച്ച് ലങ്സ്, ഹാർട്ടൊക്കെ ഒരു മാക്സിമം ഡെവലപ്മെന്റിൽ എത്തിയിട്ടാണ് പിന്നീട് കൈക്കും കാലിനൊക്കെ ഉള്ള ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അത് വികാസം ഗതി നിയമം പാലിക്കുന്നു എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ്. അതായത് ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാ വരിക? ആദ്യം കുഞ്ഞ് കവിഴ്ന്ന് കിടക്കാൻ പഠിക്കും, അല്ലെ? വളർന്നു കിടക്കുന്ന കുട്ടി ആദ്യം കവിഴ്ന്ന് കിടക്കാൻ പഠിക്കും, പിന്നെ പതിയെ നീന്താൻ തുടങ്ങും,
പിന്നെ മുട്ടിലെഴയാൻ തുടങ്ങും. അങ്ങനെയാണ് കുഞ്ഞ് എന്ത് ചെയ്യുന്നത്? എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുന്നത്. അല്ലാതെ മലർന്ന് കിടന്നുകൊണ്ട് ഡയറക്റ്റ് എഴുന്നേറ്റ് പോവോ? ഇല്ല. അപ്പൊ അതാണ് പറയുന്നത്. ഓരോന്ന് വളരെ ക്യുമുലേറ്റീവ് ആണ്. ഒന്നിന്റെ കൂടെ ആഡ് ഓൺ ചെയ്താണ് അവിടെ ഡെവലപ്മെന്റ്സ് നടക്കുന്നത്. അത് ഞാൻ വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ തന്നെയായിരിക്കും പല കാര്യങ്ങളും. ഇനി വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. ജനറൽ ടു പെർട്ടിക്കുലർ എന്നുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ രീതിയിലാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. എങ്ങനെയാ? സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മളൊക്കെ ആദ്യം എഴുതാൻ പഠിക്കുമ്പോൾ 5 വിരൽ കൊണ്ട് നമ്മൾ ഈ പെന്ന് ഹോൾഡ് ചെയ്യുമായിരുന്നു. പിന്നീടാണ് അത് 4ആയി, പതിയെ പതിയെ ഇപ്പൊ 3 വിരലിൽ അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികളും അതുപോലെ തന്നെയാണ്. കുട്ടികൾ ആദ്യം എന്തെങ്കിലും എടുക്കണമെങ്കിൽ അവര് മൊത്തം ബോഡി മൊത്തം എഴഞ്ഞു പോയിട്ടോ മുട്ടിലെഴഞ്ഞു പോയിട്ടോ അങ്ങനെ പോയി അത് എടുത്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് കളിക്കും അല്ലെ. അപ്പൊ നമ്മൾ പറയും ഈ കുട്ടികൾക്കൊന്നും മടിയില്ലേ, നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് പോ എന്തൊരു മടിയാന്ന് പറയും. പക്ഷെ കുട്ടികൾ എന്താണ്, അവരുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ജനറൽ ടു പർട്ടിക്കുലർ. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ഇരുന്ന് ആ അടുത്തുനിന്ന് തന്നെ എത്തിപ്പിടിച്ച് സാധനങ്ങൾ എടുക്കാനൊക്കെ തുടങ്ങും. അതാണ് ജനറൽ ടു പർട്ടിക്കുലർ എന്ന് പറയുന്നത്. ഇനി വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഹെറിഡിറ്ററിയെയും എൻവിറോൺമെന്റിനെയും ആശ്രയിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. യേശുദാസ് അല്ലെ, യേശുദാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നതാണ് ഗായകൻ അല്ലെ, സോറി ഗാനഗന്ധർവൻ. അദ്ദേഹത്തിന്റെ മകനായതുകൊണ്ട് തന്നെയാണ് വിജയ് യേശുദാസ് നന്നായി പാട്ട് പാടുന്നത്. ശരിയല്ലേ? അപ്പൊ എന്താണ്, ഡെവലപ്മെന്റ് എന്നുള്ള പ്രോസസ്സിൽ ഹെറിഡിറ്ററിക്ക് നല്ലൊരു എന്താ പറയാ ഒരു സ്ഥാനമുണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിൾ അബ്ദുൽ കലാം സാർ. അബ്ദുൽ കലാം സാർ എന്ന് പറയുമ്പോൾ സാറിന്റെ ഓട്ടോബയോഗ്രഫി ഒക്കെ വായിച്ചാൽ മനസ്സിലാവും. ഒരു രാമേശ്വരം പോലുള്ള സ്ഥലത്ത് കടലിനടുത്ത് സാധാരണക്കാരന്റെ മോൻ അല്ലെ, ഒരു മുക്കുവ ഫാമിലിയുടെ ഒക്കെ പോയി വളർന്ന ഒരു വ്യക്തി, ഇന്ത്യക്ക് അഭിമാനം, ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ അഭിമാനത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ അവിടെ അദ്ദേഹം വെറും പാരമ്പര്യം മാത്രം നോക്കി വന്നതാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം അതുപോലെ ആയേനെ. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ കൊടുത്ത നല്ലൊരു സപ്പോർട്ടാണ് അദ്ദേഹത്തെ നമുക്ക് പോലും അഭിമാനം കൊള്ളാനുള്ള ഒരു പേഴ്സണാക്കി മാറ്റിയത്. അപ്പൊ അതെന്താണ്? അവിടെ എന്താ? എൻവിറോൺമെന്റ് ആണ്. അപ്പൊ ഒരാളുടെ വികാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹെറിഡിറ്ററിയും എൻവിറോൺമെന്റിനെയും ബാധിച്ചിരിക്കുന്നു. ഇപ്പൊ വിജയ് യേശുദാസ് പാട്ട് പാടാൻ വിജയ് യേശുദാസിന് കഴിവുണ്ടെങ്കിലും അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള ഒരു എൻവിറോൺമെന്റ് ഇല്ലെങ്കിൽ പറ്റില്ല. പിന്നെ അച്ഛന് അമ്മയ്ക്കും അല്ലെങ്കിൽ അബ്ദുൽ കലാം സാറിന്റെ പാരന്റ്സിന് ഇത്രയും ബുദ്ധി ഉണ്ടോന്ന് ചിലപ്പോ അദ്ദേഹത്തിനേക്കാളും നല്ലൊരു ബുദ്ധിയുള്ള വ്യക്തിയാവാം അവരുടെ പാരന്റ്സ്. പക്ഷെ അവർക്ക് അതിനുള്ള ഒരു എൻവിറോൺമെന്റ് ഇല്ല. അത് ആയതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ഒതുങ്ങി പോയിട്ടുണ്ടാവും. അപ്പൊ രണ്ടും ഒരുമിച്ച് വന്നാൽ മാത്രമാണ് ഒരാൾക്ക് ഡെവലപ്മെന്റ് സാധ്യമാവുക. ഇനി വികാസം പരിപക്വതയും പഠനത്തെയും നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താണത്? എന്തായിരുന്നു? ഇതും ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരുന്നു? മെച്ചുറേഷനെയും ലേണിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഡെവലപ്മെന്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ്, വികാസക്രമം രേഖീയമല്ല, മറിച്ച് ചാക്രികമാണ്. നമ്മൾ എങ്ങനെയാ, നമ്മൾ 1ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ടല്ലേ 2ാം ക്ലാസ്, 2 കഴിഞ്ഞിട്ടല്ലേ 3, 4, 5, 6 അങ്ങനെയല്ലേ പോകുന്നത്? അതെന്താണ്? അതായത് ഒന്നില് നമ്മൾ ചിലപ്പോ ABCD ഒക്കെ പഠിച്ചു എന്ന് വിചാരിക്കാം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ അക്ഷരങ്ങൾ, മലയാള അക്ഷരങ്ങൾ പഠിച്ചു. 2ാം ക്ലാസ്സിൽ വരുമ്പോൾ വീണ്ടും ആ മലയാള അക്ഷരങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മൾ വീണ്ടും പുതിയ ലെറ്റേഴ്സ് ചേർത്ത് വാക്കുകളൊക്കെ പഠിക്കുന്നുണ്ടാവും. അതായത് ഒരു വട്ടം പഠിച്ചതിന്റെ മുകളിലേക്ക് ഒന്നുകൂടി വന്ന് ടച്ച് ചെയ്ത് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചു പോകുന്ന രീതിയാണ് ചാക്രികം. രേഖി എന്ന് പറഞ്ഞാല് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അങ്ങോട്ടേക്കൊന്നുമില്ല, ലീനിയർ ആണ്. അതായത് ഇത് കംപ്ലീറ്റ് പഠിച്ചാല് കഴിഞ്ഞു, ഇത് കംപ്ലീറ്റ് പഠിക്കണം, അതോടുകൂടി കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ ഡ്രൈവിങ്, കാർ ഓടിക്കാൻ പഠിച്ച ഒരാൾക്ക് കാർ ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത് ഒരു ലീനിയർ പ്രോസസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണം? പഠിച്ചാല് ഫോർ വീലുള്ള എല്ലാ വണ്ടികളും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റണം അല്ലെ. അതേസമയം നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു കാർ ഓടിച്ചു പഠിച്ചാൽ സ്വന്തം വണ്ടിയിൽ കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ അത് വേറൊരു ലെവലാണ്. അതെന്തായി? അതൊരു എന്താ പറയാ, സ്പൈറലായി. ഓക്കെ. നോട്ട് ലീനിയർ ബട്ട് സ്പൈറൽ എന്നാണ് ഇംഗ്ലീഷ്. ബട്ട് സ്പൈറൽ.
ഓക്കെ. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എന്താ പറയാ ചുറ്റുകോവണി പോലെ കയറി പോവാൻ പറ്റുന്നതാണ് സ്പൈറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒന്ന് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. വികാസം പ്രവചനീയമാണ്. വികാസം പ്രവചനീയം എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളവിടെ ചിലപ്പോ നമ്മുടെ വീട്ടിലുള്ളവർ പറയല്ലേ, നിന്നെ പോക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ല നിനക്ക് ഈ എക്സാം കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അതെന്താണ്? അവർക്ക് നമ്മുടെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള ആളാന്നൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അറിയില്ലേ? അതാണ് എന്താണ് പ്രഡിക്റ്റബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവില്ലേ? 38 അല്ലെങ്കിൽ 40 വയസ്സായ എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള വികാസമാണ് ഉണ്ടാവുക. അതില് എന്തുണ്ട്? ഇപ്പം നമ്മൾ പറയാം, ഇപ്പൊ ഒരു 75 വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ 74 വയസ്സായ മമ്മൂട്ടിയെ പോലെയാണോ എല്ലാ 74 വയസ്സായ ആളുകളും? അല്ല. അപ്പൊ അതെന്താണ്? അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ ഉണ്ട്. വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങളുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓരോ ചില ഘട്ടങ്ങളിലായിരിക്കും അതിന് കൂടുതൽ ഡെവലപ്മെന്റ് സംഭവിക്കും. ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ഞാൻ വീണ്ടും എടുത്ത് എഴുതിയെന്ന് മാത്രം കേട്ടോ. വികാസവും പരിപക്വനം എന്ന് പറഞ്ഞാൽ മെച്ചൂരിറ്റിയാണ്. മെച്ചുറേഷനും ലേണിംഗും തമ്മിലുള്ള ബന്ധം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അടുത്തത് അതേപോലെ വ്യക്തിത്വവും പാരമ്പര്യവും. എന്താണ്? ഹെറിഡിറ്ററിയും എൻവിറോൺമെന്റും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇതാണ്. ഇത് എത്രയോ വട്ടം ഇതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വ്യക്തിത്വം എന്ന് പറയുന്നത് പാരമ്പര്യം ഇൻഡു പരിസ്ഥിതി എന്നതാണ്. ഓക്കെ. ഇനി കുട്ടിയുടെ വികസനത്തില് അധ്യാപകന്റെ പങ്ക് എന്തൊക്കെയായിരിക്കും? ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്? നിങ്ങളിപ്പോ ഈ വികാസവും വളർച്ചയൊക്കെ കുറിച്ച് പഠിച്ചു. അതൊക്കെ എന്തിനാണ്? നാളെ നിങ്ങൾ അധ്യാപകരായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കണം? ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കണം അല്ലേ? എന്താ നിനക്ക് ബുദ്ധിയില്ലേ? നിനക്കിത് മനസ്സിലാവുന്നില്ലേ? ഞാൻ എത്ര നേരമായി പറയുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കുട്ടികളുടെ മുന്നിൽ പറയരുത്. കാരണം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ ഒരിക്കലും ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കില്ല. അവരെല്ലാവരും ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ അവരുടെ ആ ഹെട്രോജീനിയസ് ഗ്രൂപ്പാണ് എന്നുള്ള അറിവോടുകൂടി വേണം അധ്യാപകർ കുട്ടികളെ സമീപിക്കാൻ. ഇനി അടുത്തത് അനുകൂല പഠന പരിസ്ഥിതി സൃഷ്ടിക്കുക. അല്ലെ? നിങ്ങളെ കാണുമ്പോ തന്നെ പിള്ളേർക്ക് പേടിയാ. അവര് അങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുക. അവിടെ വല്ല പഠനവും നടക്കൂ? ഇല്ല. അവരെ കൂളാക്കി അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിലുള്ള ഒരു എൻവിറോൺമെന്റിൽ വേണം പഠനം നടത്തി കൊടുക്കാൻ. അനുയോജ്യമായ പഠന അനുഭവങ്ങൾ നൽകുക. അതായത് ഒരു കുട്ടിയെ അഡീഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മലയാളം പദ്യത്തിന്റെ വല്ല എക്സാമ്പിൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അനുയോജ്യമായ ഇപ്പം അഡീഷൻ പഠിപ്പിക്കാൻ കുട്ടിയുടെ കയ്യിൽ പരസ്പരം ഒരു കുറച്ച് കല്ലുകളോ കുറച്ച് മിഠായികളൊക്കെ കൊടുത്ത് അതിലൂടെ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രോത്സാഹനവും മാർഗനിർദ്ദേശവും നൽകുക. നന്നായി ചെയ്യുന്ന കുട്ടികളോട് വെരി ഗുഡ്, നന്നായി ചെയ്തു, ഇനി വീണ്ടും ഇതുപോലെ ചെയ്യണമെന്നും തെറ്റായി ചെയ്യുന്ന കുട്ടിക്ക് അവനെ കണ്ട് പഠിക്കുക എന്ന് പറയല്ല വേണ്ട. പകരം എന്താണ്? എവിടെയാണോ മിസ്റ്റേക്ക് പറ്റിയത് അത് ചൂണ്ടിക്കാണിച്ച് കൃത്യമായി കുട്ടിയെ ഗൈഡ് ചെയ്യണം. ഇനി ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം. ഇത് വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ എടുക്കുന്നതായിരിക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. യാതൊരു ഡിസ്ക്രിമിനേഷനും കൂടാതെ എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്തിട്ട് ഒരു ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കണം. കുടുംബവും സ്കൂളും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ന്യൂസിൽ കാണും അല്ലെ? കുട്ടികൾ വീട്ടിൽ വല്ലാത്ത പീഡനം അനുഭവിച്ചു, അധ്യാപികയാണ് ഇത് കണ്ടുപിടിച്ചതെന്നത്. അതെങ്ങനെയാണ്? അതൊരു നല്ലൊരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനായതുകൊണ്ടാണ്. കുട്ടികൾക്ക് വീട്ടിലുള്ള പ്രശ്നങ്ങൾ സ്കൂളിലെ അല്ലെങ്കിൽ ക്ലാസ്സിലെ ടീച്ചറും ക്ലാസ്സിലോ സ്കൂളിലോ ഉള്ള പ്രശ്നങ്ങൾ വീട്ടിലും അറിയാൻ പാകത്തിന് അവര് തമ്മിലൊരു ബന്ധം ഉണ്ടാവണം. അതായത് കുട്ടികളോട് ഇവർ രണ്ടുപേരും ഒരുപോലെ നന്നായി പെരുമാറണം അല്ലെങ്കിൽ നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ രണ്ടുപേരോടും തുറന്നു പറയാൻ പറ്റുള്ളൂ. വൺസ് അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അടുത്ത ഭാഗം സപ്പോർട്ടിനുണ്ട് എന്ന് കുട്ടിക്ക് തോന്നാം. രണ്ടു ഭാഗവും പ്രശ്നമായി നിന്നാൽ ആ കുട്ടിയുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതുപോലെ തന്നെ ടീച്ചേഴ്സും പാരന്റ്സും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും അല്ലേ? എങ്കിൽ മാത്രമാണ് ഇതൊക്കെ നന്നായിട്ട് പോവുകയുള്ളൂ. ഒരു ഏകാധിപത്യ വ്യവസ്ഥതയിൽ പഠിപ്പിക്കുകയോ പഠിക്കുകയോ ചെയ്യരുത്. അപ്പൊ അതാണ് പറയുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്തോളൂ, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക്